ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള PR സ്റ്റാറ്റസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുകയാണ് സർക്കാർ. 2025 മെയ് മാസത്തിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം മറ്റു ചില സുപ്രധാന മാറ്റങ്ങളും സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ അനുസരിച്ച് ബ്രിട്ടനിൽ PR ലഭിക്കുന്നതിനായി ബ്രിട്ടനിൽ താമസിക്കേണ്ടുന്ന കുറഞ്ഞ കാലപരിധി വ്യക്തികളുടെ തൊഴിലിനും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇതിൽ സുപ്രധാനമായ കാര്യം ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിൽ ബ്രിട്ടീഷ് കോടതികൾ ശിക്ഷിച്ചവർക്ക് PR ലഭിക്കില്ല എന്നതാണ്. നേരത്തെ ഇത് കുറഞ്ഞത് 12 മാസത്തെ തടവ് ശിക്ഷയെങ്കിലും ലഭിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ ശിക്ഷ ലഭിച്ചവർക്കും PR ലഭിക്കാത്ത സാഹചര്യമാകും ഉണ്ടാവുക. അതുപോലെ അപേക്ഷിക്കുന്നതിനു മുമ്പുള്ള 3 മുതൽ 5 വർഷ കാലയളവിൽ വാർഷിക വരുമാനം കുറഞ്ഞത് 12,570 പൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിൽ കുറവ് വരുമാനമുള്ളവർക്ക് PRന് അപേക്ഷിക്കാൻ കഴിയില്ല. അതേസമയം മെറ്റേണിറ്റി ലീവിലുള്ളവർ, ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർക്ക് ഇതിൽ ഇളവുകൾ ലഭിക്കും. മറ്റേതെങ്കിലും വിഭാഗക്കാർക്ക് ഇളവുകൾ നൽകണമോ എന്നതിനെ സംബന്ധിച്ച് കൺസൾട്ടേഷൻ നടത്താനും ഉദ്ദേശമുണ്ട്. അതുപോലെ കൂടുതൽ ഉയർന്ന തലത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാക്കും. നിലവിൽ ഇത് ചില വിസ റൂട്ടുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എങ്കിലും 2027 മാർച്ച് മുതൽ ഇത് പരക്കെ ബാധകമാക്കും. ഇത്രയുമാണ് PRന് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകൾ. ഇവ ഉണ്ടെങ്കിലും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വ്യത്യസ്ത കാലയളവുകളിൽ ബ്രിട്ടനിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ PRന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ 5 വർഷം UKയിൽ താമസിച്ചവർക്ക് PRന് അപേക്ഷിക്കാം എന്നത് 10 വർഷമായി ഉയർത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും വ്യാപകമായി ഈ കാലപരിധി നിശ്ചയിക്കാതെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലുള്ളവർക്കും വ്യത്യസ്ത വരുമാനക്കാർക്കും വ്യത്യസ്ത കാലപരിധിയായിരിക്കും ഉണ്ടാവുക. ഇതനുസരിച്ച് പ്രതിവർഷം 1,25,570 പൗണ്ടിലധികം വരുമാനം PRന് അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 3 മുതൽ 5 വർഷക്കാലത്തിനിടയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷ കാലാവധിയിൽ നിന്നും 7 വർഷത്തെ ഇളവ് ലഭിക്കും. അതായത് ഇവർക്ക് ബ്രിട്ടനിലെത്തി 3 വർഷം കഴിയുമ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റിനായി അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഉയർന്ന ഹൈസ്കിൽഡ് ആവശ്യമായ ജോലികൾ ചെയ്യുന്ന പ്രതിവർഷം 50,270 പൗണ്ടോ അതിൽ കൂടുതലോ വരുമാനമുള്ളവർക്കും ആരോഗ്യ സംരക്ഷണം, അധ്യാപനത്തിൽ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും 5 വർഷത്തെ ഇളവ് ലഭിക്കും. ബ്രിട്ടനിലെത്തി 5 വർഷം കഴിയുമ്പോൾ ഇക്കൂട്ടർക്ക് PRനായി അപേക്ഷിക്കാൻ കഴിയും. സമാനമായ രീതിയിൽ ഒരു ബ്രിട്ടീഷ് പൗരൻ സ്പോൺസർ ചെയ്ത സ്റ്റാൻഡേർഡ് ഫാമിലി വിസ ഉള്ളവർക്കും ഹോങ്ങോ BNO വിസ ഉള്ളവർക്കും ഈ 5 വർഷക്കാലത്തെ ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സമൂഹത്തിനായി സന്നദ്ധ സേവനത്തിന് തയ്യാറായുള്ളവർക്ക് PRന് അപേക്ഷിക്കുമ്പോൾ 3 മുതൽ 5 വർഷം വരെ ഇളവ് ലഭിക്കും. അതായത് ബ്രിട്ടനിലെത്തി 5 മുതൽ 7 വർഷക്കാലത്തിനുള്ളിൽ ഇവർക്ക് PRനായി അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണെങ്കിൽ സാധാരണ കാലാവധിയായ 10 വർഷത്തിനു പുറമെ 5 മുതൽ 10 വർഷങ്ങൾ കൂടി PRനായി അപേക്ഷിക്കാൻ കാത്തിരിക്കേണ്ടി വരും. അതല്ല ആദ്യമായി UKയിൽ എത്തിയത് അനധികൃതമായാണെങ്കിൽ ഈ അധിക കാലാവധി 20 വർഷമായിരിക്കും. എന്നാൽ വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് അവരുടെ ജോലികളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോ സ്കിൽഡ് അല്ലെങ്കിൽ മീഡിയം സ്കിൽഡ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് PRന് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന കാലാവധി 10 വർഷത്തിൽ നിന്നും 15 വർഷമായി മാറ്റും. സോഷ്യൽ കെയർ വർക്കർമാർ ഈ വിഭാഗത്തിൽ ഉൾപ്പെടും. അതുപോലെ ബ്രിട്ടൻ അഭയം നൽകിയ വ്യക്തിയാണെങ്കിൽ കുറഞ്ഞത് 20 വർഷമെങ്കിലും കഴിഞ്ഞാലേ പൗരത്വത്തിനായി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിലോ പഠനത്തിൽ ഏർപ്പെടുകയാണെങ്കിലോ അതിനനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. മറ്റൊരു സുപ്രധാന മാറ്റം വർക്ക് വിസയിൽ എത്തുന്നവർക്കൊപ്പം ആശ്രിത വിസയിൽ എത്തുന്നവരുമായി ബന്ധപ്പെട്ടതാണ്. ഇവർക്ക് ആശ്രിതർ എന്ന നിലയിൽ PRനായി അപേക്ഷിക്കാൻ കഴിയില്ല. അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത അവർ സ്വയം ആർജിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ PRന് അപേക്ഷിക്കുന്നതിനുള്ള അർഹത നേടുന്നതിന് മുൻപ് 18 വയസ്സ് തികയുന്ന കുട്ടികൾക്ക് ബാധകമാണോ എന്ന കാര്യത്തിൽ ഹോം ഓഫീസ് വ്യക്തത വരുത്തിയിട്ടില്ല. അതുപോലെ PR സ്റ്റാറ്റസ് ലഭിച്ചവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന വിഷയവും ഇപ്പോൾ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ കൺസൾട്ടേഷൻ നടത്തും. പ്രത്യേകിച്ച് വരുമാനമില്ലാത്ത വീടുകളിൽ തന്നെ ഇരുന്ന് കുട്ടികളെ നോക്കുന്ന മാതാപിതാക്കൾക്ക് ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഏറെ ക്ലേശിക്കേണ്ടതായി വരും. നിലവിൽ ബ്രിട്ടനിലുള്ള PR സ്റ്റാറ്റസ് ലഭിക്കാത്ത എല്ലാവർക്കും പുതിയ മാറ്റങ്ങൾ ബാധകമാക്കണം എന്നതാണ് നിർദ്ദേശത്തിലുള്ളത്.
അങ്ങനെ വന്നാൽ അടുത്ത ഏതാനും മാസങ്ങൾ പിആറിന് നിലവിലുള്ള യോഗ്യതകൾ നേടുന്നവർക്ക് പോലും പിആർ ലഭിക്കാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. കൺസൾട്ടേഷനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഈ മാറ്റങ്ങൾ ഉടനടി നിയമമാക്കിയാലും ഇവയിൽ പലതും 2027 മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ. സാധാരണ നിയമങ്ങൾ പോലെ വിസയുമായും സെറ്റിൽമെന്റുമായും ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിലെ മാറ്റങ്ങൾക്ക് എംപിമാരുടെ വോട്ടിംഗ് ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചിലൂടെ സർക്കാരിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. സർക്കാർ തീരുമാനത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് നിലവിൽ വന്ന് 41 ദിവസങ്ങൾക്കുള്ളിൽ എംപിമാർ പാർലമെന്റിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. പിന്നീട് പാർലമെന്റിലെ വോട്ടിംഗ് ഭൂരിപക്ഷ പിന്തുണ എംപിമാർ നിർദ്ദേശിച്ച മാറ്റങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ സർക്കാർ വരുത്തിയ മാറ്റങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. മേൽ പരാമർശിച്ച മാറ്റങ്ങൾക്ക് പുറമെ തൊഴിലുടമകൾക്ക് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന തൊഴിലുകളുടെ പട്ടിക വെട്ടിച്ചുരുക്കുക, സോഷ്യൽ കെയർ വർക്കർമാരുടെ ഇളവുകൾ റദ്ദാക്കുക, വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റികൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന് ലെവി ഏർപ്പെടുത്തുക, വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള മാനദണ്ഡം കൂടുതൽ കർക്കശമാക്കുക, ഗ്രാജുവേറ്റ് വിസയുടെ കാലാവധി വെട്ടിച്ചുരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും 2025 മെയ് മാസത്തിൽ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറഞ്ഞിരുന്നു. ഈ മാറ്റങ്ങളും കുടിയേറ്റ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി നടപ്പിലാക്കാൻ കഴിയും. ഇതിനായി പാർലമെന്റിൽ ഒരു നിയമം പാസാക്കേണ്ട കാര്യമില്ല.